ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന നെയ്പ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അരി അരക്കാനോ കുതിർക്കാനോ ഒന്നും നിൽക്കണ്ട, നമുക്ക് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂന്നും കൂടി നമുക്ക് ഇതുപോലെ ചതച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ഞാനിപ്പോൾ വറുത്തിട്ടൊന്നുമില്ല, വറുക്കാത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളത്തിന് 3/4 കപ്പ് റവ. അതിനിപ്പം ഗ്ലാസ്സിലാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിന് 3/4 ഗ്ലാസ് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റവ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം, ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ റവ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് വറ്റിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ളം മൊത്തം വറ്റി കുറുക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ റവ നന്നായിട്ട് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താലും മതി. ഇത് നമുക്കൊന്ന് നല്ലപോലെ യോജിപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. പരത്തുന്നതിന് മുമ്പായിട്ട് കൗണ്ടർ ടോപ്പിൽ നമുക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഓരോരോ പത്തിരിയായിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം. അതല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. ഇതിൻ്റെ ബാക്കി വരുന്ന പീസ് ഒന്നും കൂടി പരത്തിയിട്ട് പിന്നെയും കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ നല്ലപോലെ ചൂടാക്കിയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ പരത്തി വെച്ച പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ നെയ്പ്പത്തിലും പൂരിയൊക്കെ ഫ്രൈ ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഇത് എണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതായി ഒരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നെയ്പ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി എല്ലാ നെയ്പ്പത്തിലും റെഡിയാക്കിയിട്ടെടുക്കുക. നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന നെയ്പ്പത്തിലിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് ഇത്. നമുക്ക് കറി ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റും, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.